ശ്രീ കെ.സി. വേണുഗോപാൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ആളാണ്. കണ്ണിലെ കരടാണ്. രാജ്യത്തെ പാർലമെന്റിനകത്ത് ജനാധിപത്യത്തെ രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നു, വി ഡി സതീശനുണ്ട്, കെ മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്. എങ്ങനെ മൈനസ് ചെയ്തു? കുഴപ്പമില്ല. എന്നെ ഇതിൽ നിന്നും ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. കെ.സി. അനുകൂല നിലപാട്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ കനത്ത പ്രതിഷേധം, റോഡ് ഷോ റദ്ദാക്കി. എന്താ അല്ലേ, UDF 102 സീറ്റുമായി വമ്പിച്ച വിജയത്തിലേക്ക് എത്തിയിട്ട് പോലും ഒരു MLA-മാർക്കും ഇതുവരെ കടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ. ആരാണ് ഇതിനൊക്കെ ഇത് വരുത്തി വെച്ചത്? ആരാണ് ഇതൊക്കെ ഈ ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചു വെച്ചത്? UDF-ന്റെ പേര് കളയാനെ കൊണ്ടല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഇവർ ഇനിയും ഈ ഒരു വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ തന്നെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ, വിള്ളലുണ്ടാക്കുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ വിള്ളലുകളായി അവിടെ ഇവിടെയൊക്കെ. കുത്തിത്തിരിപ്പുകൾ, ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുത്തിത്തിരിപ്പുകളായിട്ട് കുറേ ആളുകൾ വരും ഈ പ്രസ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ നമ്മൾ വഴിയൊരുക്കി കൊടുക്കുന്നത്? അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അഭിപ്രായമുള്ള ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത്, അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം 102 സീറ്റിലെ വമ്പിച്ച വിജയം മേടിച്ചു കൊടുത്തിട്ടുള്ള വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം പണിയെടുത്തവൻ കൂലി കൊടുത്തിരിക്കണം. അയാൾക്ക് അർഹതപ്പെട്ട സ്ഥാനം. കാരണം എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ 10, 15, 20 വർഷങ്ങളായിട്ട് പുള്ളിയെ തഴഞ്ഞിട്ടേക്കുമായിരുന്നു അല്ലേ. അപ്പം ഇപ്പം അയാൾക്ക് ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് അതിന് പ്രായമുള്ള ആളാണ്, സീനിയർ ആണെങ്കിലും ജൂനിയർ ആണെങ്കിലും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ ആ ഒരു പദവി അയാൾക്ക് കൊടുക്കുക. അതാണ് വേണ്ടുന്നത്. കഷ്ടപ്പെട്ട് UDF-ന് 102 സീറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രതിഫലമായിട്ടെങ്കിലും അങ്ങാർക്ക് കൊടുക്കുക. മാത്രമല്ല ജനവികാരം കൂടെ നോക്കുക. അടുത്തൊരു 5 കൊല്ലം കൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ കൊണ്ട് പൂട്ടി പോകാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ തുടർഭരണം കൊണ്ട് മുമ്പോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? തുടർഭരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വി ഡി സതീശനെ തന്നെ CM ആക്കുക. കാരണം ജനങ്ങൾ, അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ഇതിനൊക്കെ തിരിച്ചുള്ള മറുപടി കൊടുക്കും. 5 കൊല്ലം എന്ന് പറഞ്ഞാൽ പറയുന്നതിനൊക്കെ പോകും അല്ലേ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം MLA-മാരായിട്ടുള്ള സന്ദീപ് വാര്യറിൻ്റെ കാര്യം പിന്നെയും പോട്ടെ. ഈ പറഞ്ഞിട്ടുള്ള സിദ്ദീഖ് പുള്ളിയൊക്കെ അവിടെ കൂകുവിളിയും അറിയാലോ, വയനാട്ടിൽ കൂക്കി ഓടിച്ചതാണ്. അന്ന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിട്ടുള്ള സിദ്ദീഖിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വി ഡി സതീശനാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള സന്ദീപ് വാര്യർ ഈ കേസിയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഈ സിദ്ദീഖ് അങ്ങനെ കാണിച്ചത് അത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലല്ലോ. ഇപ്പം സന്ദീപിനെതിരെയും സന്ദീപ് വാര്യർക്കെതിരെയും അതുപോലെ സിദ്ദീഖിനെതിരെയൊക്കെ ജനങ്ങളുടെ കടുത്ത പ്രതിഷേധമാണ്. കടുത്ത പ്രതിഷേധം എന്നാലോചിച്ച് ജയിച്ചിട്ട് ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരിടത്തും പ്രകടനം നടത്താൻ പോലും, ജയിച്ചതിൻ്റെ പരമായിട്ട് റോഡ് ഷോ പോലും നടത്താനുള്ളൊരു ഇത് ഇവർക്ക് കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. അണികൾ അതിനുണ്ടാക്കി കൊടുക്കുന്നില്ല അവസരം, പ്രവർത്തകർ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ എല്ലാവരും ലെഫ്റ്റ് അടിച്ചിറങ്ങി പോവാണ്. വാട്സാപ്പ് ഗ്രൂപ്പ് പോലും ഡിലീറ്റ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ് ഇപ്പം കാണുന്നത്. പ്രവർത്തകർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് വോട്ട് മേടിച്ച് കൊടുത്തിട്ടുള്ള പ്രവർത്തകർ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം എന്തായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഇപ്പം നിലവിൽ ജയിച്ചു വന്നിട്ടുള്ള MLA-മാർക്കൊക്കെ കടുത്ത തിരിച്ചടിയായിരിക്കും. കാരണം ഈ പറഞ്ഞിട്ടുള്ള AICC വന്ന് ഇവരുടെയൊക്കെ അഭിപ്രായം മേടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എല്ലാവരും ഭൂരിപക്ഷം പകുതി കൂടുതൽ കെ.സി. വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇവിടെ എന്തായാലും സന്ദീപ് വാര്യർക്കെതിരെ കടുത്ത പ്രതിഷേധം നടക്കുന്നുണ്ട്. ഒരു വാർത്ത ഞാൻ ഇവിടെ വെച്ചുതരാം. മുഖ്യമന്ത്രി ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ കനത്ത പ്രതിഷേധം. നിയുക്ത MLA-യുടെ റോഡ് ഷോകൾ താൽക്കാലികമായി റദ്ദാക്കിയതിന് പിന്നാലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അംഗങ്ങളായിരുന്ന UDF തൃക്കരിപ്പൂർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും പിരിച്ചുവിട്ടു. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേർന്നുകൊണ്ട് നമുക്കൊപ്പം തത്സമയം. രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ MLA-മാരുടെ തലയെണ്ണാൻ വന്ന AICC നിരീക്ഷകർക്ക് മുന്നിൽ എഴുതിക്കൊടുത്ത
ആ പേപ്പറിൽ സന്ദീപ് വാര്യർ ടിക്കിട്ടിരുന്നത് KC വേണുഗോപാലിന് നേരെയായിരുന്നു. അതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമായതും അതിനുശേഷമാണ് പിന്നീട് ചർച്ചകൾ വന്നതും. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ മറ്റൊരു മുന്നണിയുടെ ഭാഗമായിരുന്ന സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ, UDF-ലേക്ക് കൊണ്ടുവരുന്നതിൽ VD സതീശൻ വഹിച്ച പങ്കൊക്കെ ഏറെ വലുതായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും സന്ദീപ് വാര്യരുടെ പ്രസംഗങ്ങളിലും ഒക്കെയും ഈ കാര്യങ്ങളൊക്കെ വെളിവാക്കുന്ന രീതിയിൽ രണ്ടുപേരും പ്രസ്താവനകളൊക്കെ നടത്തിയതാണ്. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ മുന്നണിയിൽ കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വക്താവിന്റെ സ്ഥാനം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് MLA ആയി സീറ്റ് കൊടുത്തു. MLA ആയിട്ട് മത്സരിച്ചു, വിജയിച്ചു. അവിടെ VD സതീശനും പണിയെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനൊക്കെ ശേഷം മുഖ്യമന്ത്രി ആര് എന്ന കാര്യം ചോദിക്കുമ്പോൾ ഈ സന്ദീപ് വാര്യരുടെ പിന്തുണ പോകുന്നത് KC-യിലേക്കാണ്. സ്വാഭാവികമായിട്ടും അണികൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്താണ് തൃക്കരിപ്പൂരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ? അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? സേതു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. കാരണം ഇടത് കോട്ട അട്ടിമറിച്ച സന്ദീപിനെ ഏറെ സന്തോഷത്തോടെയാണ് തൃക്കരിപ്പൂർ ഇപ്പോൾ ആഘോഷിച്ച് നടന്നത്. ഒരു വർഷങ്ങൾക്ക് ശേഷം LDF കോട്ട തകർത്ത ഒരു നിയുക്ത MLA എന്ന നിലയിൽ തന്നെയാണ് സന്ദീപിന്റെ വിജയാഘോഷങ്ങൾ UDF പ്രവർത്തകർ നടത്തിയത്. പക്ഷേ നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ KC വേണുഗോപാലിന് അനുകൂലമായ നിലപാട് സന്ദീപ് സ്വീകരിച്ചു എന്ന് തന്നെയാണ് അണികളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ പ്രത്യേകിച്ച് ലീഗ് അണികളിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം മുസ്ലിം ലീഗ് ആയിരുന്നു ഏറെ സന്തോഷത്തോടെ സന്ദീപിനെ ആ മണ്ഡലത്തിൽ സ്വീകരിച്ചത്. മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെക്കാളും ഒരുപക്ഷെ ഏറെ മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനവും. ആ പ്രവർത്തനത്തിന് വിജയമുണ്ടായി, വലിയ അട്ടിമറി ഉണ്ടായി. കേരളത്തിലെ മറ്റ് വിജയങ്ങളെക്കാൾ തിളക്കമുള്ളതായി UDF തന്നെ വിലയിരുത്തിയത് തൃക്കരിപ്പൂരിലെ സന്ദീപിന്റെ വിജയമായിരുന്നു. അത്തരത്തിലൊക്കെയുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് എത്തിയപ്പോൾ, ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ KC-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണ് അണികളെ പ്രകോപിപ്പിച്ചത്. കാരണം VD സതീശനൊക്കെ തന്നെ വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ ഒരുപാട് ഇടപെടൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ നടത്തിയ സന്ദീപിനെ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും പിന്തുണച്ച ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല സന്ദീപ് എന്ന പ്രകോപനം, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അണികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, സന്ദീപ് വാര്യനെയൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് കൈപിടിച്ച് കൊണ്ടുവന്ന് ഈ പറഞ്ഞിട്ടുള്ളൊരു പദവി കൊടുത്ത്, MLA സ്ഥാനം കൊടുത്ത്, മാത്രമല്ല അവരൊക്കെ ഇന്ന് ഈ ജയിച്ചിട്ടുള്ള MLA-മാർക്കൊക്കെ നല്ലൊരു സപ്പോർട്ട്, നല്ലൊരു പിന്തുണ VD സതീശൻ എന്നൊരു വ്യക്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ VD-യുടെ ഒരു പിന്തുണയോട് കൂടിയിട്ട് മാത്രമാണ് ഇവരൊക്കെ ജയിച്ചു വന്നിട്ടുള്ളത്. അല്ലാതെ അവരവരുടെ സ്വന്തം കഴിവ് കൊണ്ടോ, അല്ലെങ്കിൽ അവരെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ മാത്രമല്ല ജയിച്ചതെന്ന് കൂടെ ഓർക്കണം. VD സതീശൻ എന്നൊരു വ്യക്തിയെ കണ്ടുകൊണ്ടാണ് ഈ MLA-മാരെ ജയിപ്പിച്ചു വിട്ടതും UDF-ന് 102 സീറ്റുമായി അധികാരത്തിൽ വരാൻ ഒരു വമ്പിച്ച ഭരണം കാഴ്ചവെക്കാനെ കൊണ്ടൊരു അവസരം ജനങ്ങൾ കൊടുത്തതും അതുകൊണ്ടാണ്, അല്ലേ? ഇനി ഇതുപോലെയാണ് T സിദ്ദീഖിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം സന്ദീപ് വാര്യരെക്കാളും ഏറ്റവും കൂടുതൽ VD സതീശനോട് കടപ്പെടേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള സിദ്ദീഖാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ KC-യെ പിന്തുണച്ച് ഈ പറഞ്ഞിട്ടുള്ള VD-യെ തടഞ്ഞത്, അതെന്തായാലും ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വയനാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടവും കൂടെ ഇനി ഒരു അവസരം തരത്തില്ല. ഇനി ഒരു അവസരം തരത്തില്ല. കാരണം VD-യുടെ കൂടെ നടന്ന് VD-യുടെ പുറകിൽ നിന്ന് കുത്തിയ കട്ടപ്പയെന്നാണ് ഇവരെല്ലാവരെയും വിളിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഇവർക്കൊക്കെ വീണ്ടും ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്നാലോചിച്ച് നോക്കി. മാത്രമല്ല, ഈ പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ 5 കൊല്ലം ഇവരുടെയൊക്കെ കൂടെ തോളിൽ കൈയിട്ട് നടന്ന് പണിയെടുത്ത് അത്രയ്ക്കും നല്ല ഒരു ഒരു സഹോദരങ്ങളെ പോലെയാണ് VD സതീശൻ ആയിക്കോട്ടെ ഇവരെയൊക്കെ കണ്ട് കൂടെ നടന്നിട്ടുള്ളത്. അത് ഈ കഴിഞ്ഞ അവസാനം ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ഈ ഒരു പ്രചരണത്തിൻ്റെ ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ഓരോ മണ്ഡലങ്ങളിൽ, ഇവർ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ പോയി അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുത്തിട്ടാണ് KC ആ ഒരു പ്രചരണത്തിൻ്റെ സംഗമം അവസാനിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കുക, അത്രയും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഇനി ഞാനിവിടെ സിദ്ദീഖിൻ്റെ ഒരു മറുപടിയും കൂടെ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, ശ്രീ KC വേണുഗോപാൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ആളാണ്. കണ്ണിലെ കരടാണ്. രാജ്യത്തെ പാർലമെന്റിനകത്ത് ജനാധിപത്യത്തെ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി മോഡിയുടെ ഏറ്റവും വലിയ മോശമായ നിയമനിർമ്മാണത്തിനെതിരെയും സമീപനങ്ങൾക്കുമെതിരായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വമാണ്.
ഈ ആളുകളെയൊക്കെ തെരുവിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കാൻ അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. AICC ഡിസിഷൻ എന്തായാലും എല്ലാവരും അംഗീകരിക്കും. എന്താണ് ഇതാണ് കാര്യം. ഇത് ഒന്ന് ആലോചിക്കുക. ഇവിടെ സിദ്ദീഖ് പറയുന്നത് എന്താണ്? നരേന്ദ്രമോദിയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ച വ്യക്തിയാണ് KC വേണുഗോപാൽ എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ KCയെ പിന്തുണച്ചത്. എന്താണല്ലേ, ഇതാണ് ഒരു കാരണം, ഇത് റീസൺ ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണിത്? ഒരു MLA പറയുന്നതാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ് KC വേണുഗോപാൽ, അതുകൊണ്ടാണ് ഞാൻ KCയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. എന്തായാലും എനിക്ക് ഇതിനെന്തായാലും നിങ്ങളൊന്നും മറുപടി, കാണുന്നവരൊന്നും മറുപടി കൊടുക്കണേ. സിദ്ദീഖിൻ്റെ ഈ ഒരു വലിയൊരു കോമഡി തന്നെ ആയിപ്പോയി കേട്ടോ. ഏതായാലും നിങ്ങൾ വീഡിയോ പിന്തുണയ്ക്കാഞ്ഞത് അത് ഭയങ്കര ഒരു, കാരണം നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളിൽ ഒരാളായിട്ട് നിന്ന് പ്രവർത്തിച്ച് ചെയ്യണം. അല്ലാതെ പുള്ളി ഈ പറഞ്ഞിട്ടുള്ള AC റൂമിലിരുന്നോ ഈ പറഞ്ഞിട്ടുള്ള ഡൽഹിയിലിരുന്നോ ഒന്നും ഫോൺ വിളിയിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല പ്രചരണം നടത്തിയിട്ടുള്ളത്. നിങ്ങൾ കൂടെ ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മണ്ഡലങ്ങളും കയറി ഇറങ്ങി വെയിലത്തും മഴയത്തും ഊണും ഉറക്കവും എല്ലാം കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു മനുഷ്യൻ പ്രയത്നിച്ചിട്ടുള്ളത് അല്ലേ. ഇനി ഞാനിവിടെ കാരണം അയാൾക്ക് ഇവരെ എല്ലാം അത്രയ്ക്കും ഇവരോടെല്ലാം നല്ല കാര്യമാണ് എന്ന് ഒരു തെളിയിക്കുന്നൊരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചിട്ട്. കാരണം VD സതീശൻ തന്നെ ഒരു ഇപ്പം പാർട്ടി വിജയിച്ചതിന് ശേഷം ഒരു വീഡിയോ പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്കകത്ത് എല്ലാ MLA-മാരെയും ജയിച്ചു വന്നിട്ടുള്ള MLA-മാരെയും കെട്ടിപ്പിടിച്ച് പുള്ളി ആ ഒരു സ്നേഹം പങ്കിടുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ ഒരു വ്യക്തിയോടല്ലേ ഇവരൊക്കെ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കേ. ഞാൻ അവിടെ സോങ് വയ്ക്കുന്നില്ല, സോങ് ഇവിടെ മ്യൂട്ട് ചെയ്യുവാണ്. കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ചിരിച്ചുകൊണ്ട് മനസ്സിൽ വേറൊരു രീതിയിൽ കാണിക്കുന്നു. പുറമേ നിന്ന് ചിരിച്ചുകൊണ്ട് മനസ്സിൽ ഇത് കാണിക്കുമല്ലോ, ഒരു അസൂയയെ കുശുമ്പൊക്കെ കാണിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ VD സതീശൻ എന്നൊരു വ്യക്തിയോടുകൂടി അസൂയായിരിക്കും. അല്ലാതെ എന്താണ്, അത്രയും ജനങ്ങളുടെ പിന്തുണ സപ്പോർട്ട് 102 സീറ്റുമായിട്ട് വിജയിപ്പിച്ച ഒരു വ്യക്തിയുടെ ഒരു അങ്ങനെയാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് കഴിവുള്ളവനെ അടിച്ചു താത്തി ഇടുക, കഴിവുള്ളവനെ വളരാൻ അനുവദിച്ചുകൂടാ. ഒരു ഈഗോ ക്ലാഷ് ഇതിങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് പൊളിറ്റിക്സിനകത്തുള്ളത്. ഇനി ഞാനിവിടെ KC വേണുഗോപാലിൻ്റെ, കാരണം എവിടെ നോക്കിയാലും KC വേണുഗോപാൽ നമ്മളിപ്പോൾ പബ്ലിക്കിനകത്ത് വന്നിട്ട് ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ ഒരു ബൈറ്റ് കൊടുക്കും. ആ ബൈറ്റിനകത്ത് എല്ലാ ചാനലുകാരെയും കാണും. 24 ഈ പറഞ്ഞിട്ടുള്ള മീഡിയ 1, ഏഷ്യാനെറ്റ്, എല്ലാ ന്യൂസ് ചാനലും റിപ്പോർട്ടർ എല്ലാം കാണും. അവർക്കെല്ലാം ഒറ്റ ചോട്ടിലായിരിക്കും കിട്ടുന്നത്, ഒറ്റ ബൈറ്റിലായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഞാൻ KC വേണുഗോപാൽ എന്നൊരു വ്യക്തിയുടെ ഇൻ്റർവ്യൂസ് എല്ലാം എടുത്തു നോക്കുമ്പോഴത്തേക്ക് പുള്ളി എവിടെയൊക്കെ ഏതൊക്കെ ചാനലിനകത്ത് സെപ്പറേറ്റ് സിംഗിളായിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം പറയുന്നത് എന്താണെന്നറിയും. അതാണ് പുള്ളിക്ക് ഇത്രയും തിരിച്ചടി കിട്ടിയത്. ഇവിടെ KC വേണുഗോപാലിനെ അവരൊക്കെ നല്ലൊരു നേതാവാണ്. KC ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ഇവിടെ എല്ലാവരും നല്ല നേതാക്കന്മാരാണ്. ആരും മോശമാണെന്നല്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് UDF-ലെ നേതാക്കന്മാർ. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കടിപിടി അത് ഇനിയെങ്കിലും നിർത്തുക. കാരണം നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളെ താഴെയുള്ള വളർന്നു വരുന്ന യുവ നേതാക്കളായിക്കോട്ടെ, ജൂനിയർ ആയിക്കോട്ടെ, നിങ്ങളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. നിങ്ങളിങ്ങനെ കസേരയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിവലി കൂട്ടുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഈ ഒരു വിഷയം സോൾവ് ചെയ്യാമായിരുന്നു. കാരണം KC വേണുഗോപാൽ എല്ലാ ഇൻ്റർവ്യൂസിലും പോയി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള എനിക്ക് താല്പര്യമില്ല, കസേരയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രസ്ഥാനത്തിന് സ്നേഹിക്കുന്നത്, കസേരയ്ക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്, എന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്തു, എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട എന്നൊക്കെ എല്ലാ ചാനലിലും പോയി ഇൻ്റർവ്യൂ കൊടുത്ത വ്യക്തിയാണ്. അപ്പം ആ ഒരു നിലപാട് അത് കീപ്പ് ചെയ്യേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത് KCയുടെ ഉത്തരവാദിത്വമാണ്.
അതുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇത്രയും ആളി കത്തുന്ന സമയത്തെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുക, അല്ലേ? വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. എല്ലാവരും ഇങ്ങനെ പിടിവാശി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ഈ ഒരു പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും 102 സീറ്റിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ കിടന്ന് കടിപിടി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആലോചിച്ച് നോക്കിയേ, അത് നാണക്കേട് തന്നെയാണ്. ഇത് മുതലാക്കുന്ന പല ആളുകളുണ്ട്, ഈ ഒരു സാഹചര്യം മുതലാക്കുന്ന പല ആളുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്, പല ആളുകളെയും പേര് ഇതിലേക്ക് കൊണ്ടിടുന്നുണ്ട്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനെ കൊണ്ട്. അപ്പം ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് താല്പര്യമില്ല. അത് വി ഡി സതീശന് അർഹതപ്പെട്ടതാണ്. വി ഡി സതീശൻ എന്നെ കൊടുക്കൂ. കാരണം അയാൾ ഇത്രയും 5 കൊല്ലം പട്ടിയെ പോലെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് കിട്ടിയ 102 സീറ്റിൻ്റെ വിജയമല്ലേ. അയാളെ മുഖ്യമന്ത്രി ആക്ക് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് വീണ്ടും വീണ്ടും ജനങ്ങളെ വെറുപ്പ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? നിങ്ങളോടൊക്കെ നല്ല സ്നേഹമുണ്ട്, നിങ്ങളോടൊക്കെ നല്ല ബഹുമാനമുണ്ട്, നിങ്ങളൊക്കെ UDFൻ്റെ നല്ല നല്ല നേതാക്കന്മാരായതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ജനങ്ങളുടെ വികാരമാണ്, ഇതൊക്കെ വികാരമാണ്. കമൻറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ എന്തുമാത്രം വികാരങ്ങളാണ് ജനങ്ങൾ അഭിപ്രായത്തിലൂടെ പറയുന്നത്. ഞാനിവിടെ KCയുടെ ഒരു വീഡിയോയും കൂടെ വെച്ചിട്ടൊന്ന് കണ്ടു നോക്കിയേ. KC തന്നെ പറഞ്ഞിട്ടുള്ളത് കാര്യമാണ്. UDF തന്നെ അധികാരത്തിൽ വരുമെന്ന് താങ്കൾക്ക് ഇത്ര ആത്മവിശ്വാസമാണെങ്കിൽ അതിൻ്റെ പിന്നാലെ എപ്പോഴും വരുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ മന്ത്രിസഭയെ നയിക്കുക എന്ന്. അത് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ മിനിറ്റുകൾക്കകം തീരുമാനിക്കും. കോൺഗ്രസിൻ്റെ ശൈലി അതാണ്. ആരാധനായ കെ കരുണാകരനും ഏറ്റവും ആദരണീയനായ ശ്രീ AK ആന്റണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും 8 ദിവസം തന്നെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ നമ്മൾ നേരിട്ടിട്ടില്ല. ആ കാലഘട്ടത്തിലൊക്കെ അവർ എല്ലാവരും അംഗീകരിക്കപ്പെട്ട അത് അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രശ്നം ഇപ്പോഴുണ്ട്. ഈ പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി എന്ന് നമ്മൾ പറയില്ലേ. എത്രയോ നേതാക്കളാണ് ഇപ്പോൾ KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി, താങ്കൾക്ക് വേണമെങ്കിൽ വരാം, രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നു, VD സതീശനുണ്ട്, K മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്. എങ്ങനെ മൈനസ് ചെയ്തു? കുഴപ്പമില്ല, എന്നെ ഇതിൽ നിന്നും മൈനസ് ചെയ്തു. ഇപ്പൊ എല്ലാവരും പ്ലസ് ആയിട്ട് പറയുന്നത് താങ്കളെയാണ്. ആദ്യത്തെ പ്ലസ് അല്ല, എന്നെ മൈനസ് ചെയ്തോളൂ. ഈ പറയുന്ന ആർക്കും ആഗ്രഹം വരുന്നതിൽ ഒരു കുഴപ്പവും പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്കാർക്കും ഈ മുഖ്യമന്ത്രി മോഹം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മോഹം ഉണ്ടാവും, മുഖ്യമന്ത്രി ആകണമെന്ന് മോഹം ഉണ്ടാവും, അങ്ങനെയുള്ളവരുണ്ടാവും, അത് ഉണ്ടായിക്കോട്ടെ. എന്താ അല്ലേ, KC തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പല പല ചാനലുകളിൽ പല പല ഇൻ്റർവ്യൂകളിൽ KC തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിപ്പം ജനങ്ങൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനങ്ങളുടെ മനസ്സിൽ വിചാരിച്ച് വെച്ചേക്കുന്ന, ജനങ്ങൾ മുഖ്യമന്ത്രി ആവണം എന്ന് കരുതി വെച്ചേക്കുന്ന ആളായില്ലെങ്കിൽ ആ സ്ഥാനത്ത് വേറൊരാളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യൂ? ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്യാനേ പോകുന്നില്ല. ജനങ്ങളെ ഇത് ഇഷ്ടം എന്താണോ ആ ഇഷ്ടം മനസ്സിലാക്കി, ജനവികാരം എന്താണോ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നിടത്താണ് ആ ഒരു പ്രസ്ഥാനത്തിന് വളർച്ചയുണ്ടാകും, അല്ലേ? അല്ലെങ്കിൽ അതെന്നായാലും അതിനൊരു തിരിച്ചടി കിട്ടും. ഇപ്പോൾ ഈ അടുത്തൊരു 5 കൊല്ലം കഴിഞ്ഞിട്ടൊരു ഇലക്ഷൻ വരട്ട്, അന്ന് ആ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ആ സമയത്ത് പലതും കുത്തിപ്പൊക്കും, എതിരാളികൾ തന്നെ കുത്തിപ്പൊക്കും വിഷയം ഉണ്ടാക്കാനെ കൊണ്ട്. അന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിലും ജനങ്ങളെ അതൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർത്ത് അന്നൊരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അന്ന് അതൊരു തിരിച്ചടിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ പല സൈഡിൽ നിന്നും ചെയ്യും. അതൊക്കെ തിരിച്ചടി കിട്ടുകയും ചെയ്യും, അല്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെ ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി ഇനിയും ഇത് ഇങ്ങനെ നീണ്ടു പോകുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സീ യു.